നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് യെല്ലോ ഡോളർ എന്നുള്ള ആ ഒരു ഡോളർ ചിഹ്നം വരുമ്പോഴാണ്. ഇത്തരത്തിൽ ഡോളർ ചിഹ്നം വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഈ ഒരു ഡോളർ ചിഹ്നം വരുന്നത് എന്നെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ വീഡിയോയ്ക്ക് യെല്ലോ ഡോളർ വരിക വഴി നമുക്ക് ആഡ്സ് അതിൽ ലഭിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു വീഡിയോന്റെ ആ ഒരു ഉപകാരം നമുക്ക് ലഭിക്കുന്നതായിരിക്കില്ല. നമുക്ക് ഇത് വരാതെ എങ്ങനെ നോക്കാം? പലപ്പോഴും നമുക്ക് അറിയാത്ത ഒരു കാരണം കൊണ്ടാണ്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറയുണ്ടായി, എൻ്റെ 36 വീഡിയോസ് ഉണ്ട് എൻ്റെ ചാനലിൽ. അവരുടെ ചാനലിൽ 36 വീഡിയോസ് ഉണ്ടായിട്ട് അവർക്ക് ആ 36 വീഡിയോസിനും യെല്ലോ ഡോളറാണ്. അപ്പം ഞാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് എനിക്കറിയില്ല, എൻ്റെ തന്നെ കണ്ടന്റ് ആണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ അവരുടെ ചാനൽ ലിങ്ക് ചോദിക്കുകയും ആ ഒരു ചാനൽ വീഡിയോയിലേക്ക് പോവുകയും അവരുടെ വീഡിയോ കാണുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടെസ്റ്റർ എന്നുള്ള അപ്ലിക്കേഷൻ, പലപ്പോഴും നമ്മൾ PSC അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല അപ്ലിക്കേഷനെയും നമ്മൾ സമീപിക്കും. അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്യും, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ ടെസ്റ്റൊക്കെ കൊടുത്തിട്ട് ആ ഒരു ടെസ്റ്റ് വാക്യങ്ങൾ കൊടുത്ത് നമുക്ക് നമ്മുടേതായ സൗണ്ട് വോയിസ് ഓവർ കൊടുത്ത് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യും. അത്തരത്തിൽ കൊടുത്താലും അത് അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി അല്ല. അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി അല്ലാത്ത വീഡിയോയ്ക്ക് ഈ ആഡ്സ് കിട്ടുന്നതല്ല. ലിമിറ്റഡ് ആഡ്സ് ആയിട്ട് ഇങ്ങനെ തന്നെ വരും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, നമ്മുടെ വീഡിയോയ്ക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ചിലവർ ലാപ്പ് ഉപയോഗിച്ച് മോണിറ്ററിൽ ലാപ്പ് വഴി തന്നെ മോണിറ്ററിൽ ഓരോ ക്രിയേറ്റിവിറ്റി ചെയ്യും. ഓരോ ബോക്സായി വന്ന് അതിൽ കൊടുക്കുന്ന ഈ ഒരു കാര്യം 2 ബോക്സായി വന്ന് തുല്യതായിട്ട് ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട് അതിൽ. അങ്ങനെയുള്ളതിനൊക്കെ ആഡ് കിട്ടുന്നതായിരിക്കും. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ന്യൂസ് ഹാർട്ടിലൊക്കെ ന്യൂസുകൾ എടുത്തിട്ട് ഒരേപോലെ റിവ്യൂ ചെയ്ത് നമ്മൾ വോയിസ് ഓവർ കൊടുത്താലും അതിനെ നമുക്ക് ആഡ്സ് കിട്ടില്ല, അതും യെല്ലോ ഡോളറായിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അവർക്ക് അറിയാത്തത് കൊണ്ടാണ് 36 വീഡിയോസിന് അവരുടെ 36 വീഡിയോസിന് യെല്ലോ ഡോളർ എന്ന് പറയുമ്പോൾ അത് വളരെ നഷ്ടം തന്നെയാണ്. ഇതുവരെ പരിശ്രമിച്ച ആ ഒരു പരിശ്രമങ്ങളൊക്കെ വെള്ളത്തിലായി എന്ന് തന്നെ പറയാം. കാരണം ഇത്തരത്തിലുള്ള വീഡിയോ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത വീഡിയോസിന് ആഡ്സ് ലഭിക്കുന്നതായിരിക്കില്ല. പിന്നെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ശ്രദ്ധപ്പെടുത്താനായിട്ട്. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് അറിയാത്ത കാരണം കൊണ്ടാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ സൈഡിൽ ചേർക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് ആഡ്സ് കിട്ടില്ല. ലിമിറ്റഡ് ആഡ്സ് പറയുന്നുണ്ടെങ്കിലും ആഡ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതായത് തെറ്റായ വാക്കുകൾ, ഭീഷണി, അക്രമം എന്നിങ്ങനെയുള്ള ആ നടത്തുന്ന പ്രേരണ കൊടുക്കുന്ന വീഡിയോസ്, അതിനൊന്നും ആഡ്സ് കിട്ടില്ല. പിന്നെ അക്രമം അഴിച്ചുവിടുന്ന പോലെയുള്ള, അതായത് ഒരുപാട് പേരിനെ ഇംപ്രസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അക്രമപരമായിട്ട് മോട്ടിവേഷൻ ചെയ്യിക്കുന്ന അങ്ങനെയുള്ള വീഡിയോസിനൊന്നും ആഡ്സ് ലഭിക്കുന്നതില്ല. പിന്നെ മയക്കുമരുന്ന്, തെറ്റായ വിനോദങ്ങൾ, പിന്നെ പുകയില പോലെയുള്ള സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഉപയോഗം മൂലമുള്ള അങ്ങനെയുള്ള വീഡിയോസ്, ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ്, ഇതെങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെയുള്ള വീഡിയോസിനൊന്നും അഡ്വർടൈസ്മെന്റ് കിട്ടുന്നതല്ല. അതായത് യെല്ലോ ഡോളർ വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അതും കൂടി വരത്തില്ല. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. പിന്നെ തോക്കുകളുമായി ബന്ധപ്പെട്ട് കത്തി, തോക്ക്, ഇങ്ങനെയുള്ള മാരക ആയുധങ്ങൾ കൊണ്ടുള്ള കലാപരിപാടികൾ, അതുകൊണ്ടുള്ള ഈ എന്താ പറയുക അക്രമം ചെയ്യും, അതുകൊണ്ട് നിങ്ങളെ വെടിവെക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. കത്തി കൊണ്ടുള്ള ഭീഷണിപ്പെടുത്തൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആഡ്സ് കിട്ടുന്നതായിരിക്കില്ല. പിന്നെ അപകീർത്തിപ്പെടുത്തുന്നത്, അത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് അപകീർത്തിപ്പെടുത്തുന്നത് പോലെയുള്ള ആ ഒരു വീഡിയോസിനൊന്നും ആഡ്സ് ലഭിക്കുന്നതല്ല. പിന്നെ ലൈംഗികത, സോഫ്റ്റ് മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്, ഇതിനൊന്നും നിങ്ങൾക്ക് ആഡ്സ് ലഭിക്കുന്നതായിരിക്കില്ല. അതായത് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നവർക്ക് ആഡ്സ് ലഭിക്കുന്നതായിരിക്കില്ല. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഗൂഗിളിൽ നിന്ന് എടുക്കുന്ന ഓരോ സ്റ്റോറികൾ, ഈ ഒരു സ്റ്റോറിക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല, അതിനും ആഡ്സ് കിട്ടില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. അതിൽ പല കാര്യങ്ങളും കൊണ്ടുവന്ന് നമ്മൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് അഡ്വർടൈസ്മെന്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ആപ്ലിക്കേഷൻ ടെസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തത്. ആ ഒരു ടെസ്റ്റർ ആപ്ലിക്കേഷനിൽ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ പല ആപ്ലിക്കേഷനും കിട്ടും. നമുക്ക് വളരെ എളുപ്പമാണ് പല കാര്യങ്ങൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ടെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ടെസ്റ്റ് മാത്രം പ്രദർശിപ്പിച്ചിട്ട് ഇങ്ങനെ ഒഴുക്കോടുകൂടി മുകളിലോട്ട് പോകുന്ന പോലെ ചെയ്ത് ആ ഒരു കാര്യം പോകുന്നതിനനുസരിച്ച് നമ്മൾ വോയിസ് ഓവർ കൊടുത്താലും അതിന് ആഡ്സ് കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ വീഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ആഡ്സ് ഇങ്ങനെ യെല്ലോ ഡോളർ ആയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും. ചില വീഡിയോസിന് 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെയാണെന്നും കൂടി പറയാം. നമ്മുടെ ചില വീഡിയോയ്ക്ക് യെല്ലോ ഡോളർ ആയി കഴിഞ്ഞാൽ വിത്തിൻ ആ ഒരു സമയം തന്നെ യെല്ലോ ഡോളർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഈ ഒരു കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുക. അതിലെന്തെങ്കിലും ഹാക്കിങ്ങോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് യെല്ലോ ഡോളർ മാറി ഗ്രീൻ ഡോളർ ആവുന്നതായിരിക്കും. ഇതൊന്ന് അപ്പം തന്നെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതായില്ലെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് 1000 വ്യൂസ് വരണം. ഒരാഴ്ചൻ്റെ ഉള്ളിൽ 7 ദിവസത്തിനുള്ളിൽ 1000 വ്യൂസ് വന്നാൽ തന്നെയാണ് നമുക്കത് റിവ്യൂവിന് കൊടുക്കാൻ പറ്റുമെങ്കിലും ആ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ ആയാൽ മാത്രമേ നമുക്കത് ഗ്രീൻ ഡോളറായി മാറുകയുള്ളൂ.
ഈ കാര്യം ശ്രദ്ധിക്കണം. പലപ്പോഴും പലവരും പറഞ്ഞു തരാത്ത കാര്യമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, നമ്മൾ കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോയ്ക്ക് ഇതുപോലെ ഡോളർ വരാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ ഇടുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം തന്നെ, പല നോളേജ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതുവഴി ചെറിയൊരു ഏണിങ്സ് കിട്ടുക പറയുമ്പോൾ നമുക്കത് വളരെ കാര്യം തന്നെയാണ്. കാരണം നമ്മളെല്ലാം ഏണിങ്സ് പ്രതീക്ഷിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്ന വീഡിയോ സ്പോയിലാകാണ്ട്, അതായത് യെല്ലോ ഡോളർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വഴി മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഒരു ഉപകാരം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ പോയി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ യെല്ലോ ഡോളറിനെ അപേക്ഷിക്കേണ്ടത്, അതായത് ഗ്രീൻ ഡോളർ കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് നമുക്ക് അതിന് റിവ്യൂവിന് കൊടുക്കേണ്ടത് എന്നെല്ലാം നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ഇപ്പോൾ ഇവിടെ യെല്ലോ ഡോളർ കിട്ടിയ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കല്ലട ബസ്സിലുണ്ടായ ആക്രമണം എന്നുള്ള ഒരു വീഡിയോ ആണ്. ഞാനിവിടെ വീഡിയോൻ്റെ ഇതിൽ ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡോളറിൻ്റെ ചിഹ്നം കാണും. ഈ ഡോളറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡോളറിൻ്റെ ഇവിടെ യെല്ലോ ഡോളർ കറക്റ്റ് ഷോ ആവുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇത് ലോഡായ ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിലോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ, ലിമിറ്റഡ് എന്നുള്ളതിൽ ഇതിൻ്റെ നേരെ കാണാം റിക്വസ്റ്റ് റിവ്യൂ. ഈ റിക്വസ്റ്റ് റിവ്യൂവിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് പോകുക. അതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോൻ്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും നമ്മൾ ഹാക്കിങ്ങോ അല്ലെങ്കിൽ തെറ്റായ പ്രചരണമോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ വീഡിയോ നമ്മുടെയും കൂടി ആകണം എന്നുള്ളത് ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം ഈ കല്ലട ബസ്സിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് വോയിസ് ഓവറൊന്നും കൊടുക്കാതെ അതിലുണ്ടായ ആക്രമണം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് എനിക്ക് യെല്ലോ ഡോളർ വന്നിരിക്കുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുത്ത വീഡിയോയ്ക്ക് എനിക്ക് ഗ്രീൻ ഡോളർ തന്നെയാണ് വേറൊരു കല്ലട വീഡിയോൻ്റെ. പക്ഷേ ഇതിൽ ഞാൻ ഡിസ്ക്ലെയിമറും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് ആവുന്നതായിരിക്കില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയെന്ന് മാത്രം, നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീഡിയോസിന് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ വോയിസ് ഓവർ കൊടുത്ത വീഡിയോയ്ക്കൊക്കെ കിട്ടുന്നതായിരിക്കും. പക്ഷേ അതിൽ കുറച്ച് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ടൈറ്റിലും ടാഗ്, ഡിസ്ക്രിപ്ഷൻ എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ യെല്ലോ ഡോളർ വന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ എല്ലാം ചേഞ്ച് ചെയ്ത ശേഷം ഇവിടെ നമ്മുടെ ഈ ഒരു യെല്ലോ ഡോളർ കിട്ടിയ ഈ ഒരു ഭാഗത്ത് വന്ന് റിക്വസ്റ്റ് റിവ്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ബോക്സ് ഇവിടെ കാണുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും തമ്പനെയിൽ ആൻഡ് മീറ്റാ ഡാറ്റ, യൂട്യൂബ് അഡ്വർടൈസർ ഫ്രണ്ട്ലി ഗൈഡ് ലൈൻസ്. ഇതുപോലെ ഈ ഒരു ഗൈഡ് ലൈൻസിന് നിരക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം റിക്വസ്റ്റ് റിവ്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡോളർ റിക്വസ്റ്റിൽ ഗ്രീൻ ഡോളർ ആവാൻ വേണ്ടി ഇവിടെ കണ്ടോ റിക്വസ്റ്റ് സബ്മിറ്റഡ് ആവുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ 1000 വ്യൂസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇവിടെ വളരെ പ്രസക്തമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.